ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കളഞ്ഞ സന്ദീപ് വാര്യറൊക്കെ ഈ മോദി ഭക്തന്മാരായിട്ട് അവർ എന്താ പറയുന്നത് അവരുടെ വിസർജ്യങ്ങൾ അവരുടെ തള്ളുകൾ വിവരക്കേടുകൾ അത് അപ്പടി വിഴുങ്ങിയിട്ട് അത് ഇവിടെ വന്നിരുന്ന് വീണ്ടും ഛർദ്ദിക്കാൻ ശ്രമിക്കരുത്. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. നിങ്ങൾ പറയുന്ന പച്ചക്കള്ളം, നിങ്ങളുടെ സംഘീ ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന വിവരക്കേടുകൾ മാത്രം വിളമ്പാനുള്ള വേദിയായി ഇത് മാറ്റരുത്. രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും രാഹുൽ ഗാന്ധി ആരെ വെല്ലുവിളിക്കാനെന്നൊക്കെ സന്ദീപ് വാര്യർ ചോദിക്കുമ്പോൾ സന്ദീപ് വാര്യർ ഒന്ന് മനസ്സിലാക്കണം. എവരുടെയൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത് നിങ്ങൾ എടുക്കൂ. മനസ്സിലായി. ടെയൊക്കെ തള്ളിനെ സംബന്ധിച്ചാണെങ്കിൽ അതെടുത്ത് കമ്പയർ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് റഡാറിനെ സംബന്ധിച്ച് പറഞ്ഞതും അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറയെ കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഇമെയിലിനെ കുറിച്ച് പറഞ്ഞുള്ള തള്ളുകൾ. ഏതാണ് ഡിഗ്രി ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഡിഗ്രിയെ കുറിച്ച് ചോദിക്കാൻ ഞാൻ MBAക്ക് വരെ MBBS പോകാത്തത് നാട്ടുകാരുടെ ഭാഗ്യം. അല്ലെങ്കിൽ നീ കരൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ കുടല് വെട്ടിയെടുത്ത് പൊതിഞ്ഞു വെട്ടി വിട്ടുകൊടുത്തേനെ. എനിക്ക് 2 ഡിഗ്രിയേ ഉള്ളൂ. ആ 2 ഡിഗ്രി ഒന്ന് എഞ്ചിനീയറിംഗിൽ, ഒന്ന് ഡിഗ്രി സയൻസിലുമാണ്. അതിനെക്കുറിച്ചൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്നെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഒരു പരസ്യമായ സംവാദത്തിന് ഞാൻ തയ്യാറാണ് താങ്കളുമായി. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. മറിച്ച് മോദിയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉന്നയിക്കുമ്പോൾ അദ്ദേഹം എന്തേ സംവാദത്തിന് തയ്യാറാകുന്നില്ല? നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉമ്മാക്കി കാണിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യങ്ങളായി പറയണം. ഗുളിക കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഒന്നേ ചോദിക്കുന്നുള്ളൂ. ശ്രീ രാഹുൽ ഗാന്ധി തുറന്ന സംവാദത്തിന് അദ്ദേഹത്തെ എത്രയോ കാലമായി വെല്ലുവിളിക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? വെല്ലുവിളി ഇതുപോലെ നിങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ അങ്ങോട്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്. അത് കള്ളത്തരങ്ങൾ മാത്രമാണ്. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാത്തിനും ഇതുപോലുള്ള തള്ളുകൾ കണ്ടോണ്ടിരിക്കല്ലേ. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു സന്ദീപേ. നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രിയെ സംബന്ധിച്ചൊന്ന് പറയൂ. അതേ ഒരിക്കൽ പറയുന്നത് എഞ്ചിനീയർ ആണെന്ന്, ഒരിക്കൽ പറയുന്നത് PG ഉണ്ടെന്ന്, ഒരിക്കൽ പറയുന്നത് ഡിഗ്രി ഉണ്ടെന്ന്. ഇതിൽ ഏതാണ് വസ്തുത? അപ്പോൾ അടിമൂടി കള്ളത്തരം നിറഞ്ഞ ഒരു പ്രധാനമന്ത്രി. അത് ശരി. പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ആരോപണത്തെ കുറിച്ച് ഭ്രാന്തി വിളക്ക് എന്താണ് പറയാനുള്ളത്? ചാനൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. മഞ്ജുഷേ എന്താണ് മഞ്ജുഷേ ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട. സന്ദീപ് ജ്യോതികുമാർ അല്ല പിന്നെ അശ്ലീലം പറയരുത്. പൊതു ചർച്ചയാണ്. നിങ്ങൾ ഈ ചന്തി വിഷയം ഒഴിവാക്കൂ. കുറ്റവാളിയിലേക്ക് മടങ്ങി വരും. ഇവനാരാണ് നിയന്ത്രിക്കുന്നത്? മഞ്ജുഷേ ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക. സന്ദീപ് ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക. പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല. ഒരു സെക്കൻഡ് സന്ദീപ് അദ്ദേഹം പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ നിലപാട്, അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിനുള്ള മറുപടി പറയാതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. അതിലേക്ക് പോകാൻ പറ്റില്ല സന്ദീപ്. അതിലേക്ക് പോകാൻ പറ്റില്ല. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. ജ്യോതികുമാർ അത്തരത്തിലുള്ള പരാമർശവും വേണ്ട. അത് മോശമായി പോയി അത്തരത്തിലുള്ള പരാമർശം. ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ മടങ്ങി വരാം ഇതേ സമയം.